നമ്മളെല്ലാരും കള്ളനും പോലീസും കളിച്ചിട്ടുണ്ട്. ഇന്ന് ഇവിടെ ഒരു കള്ളനുണ്ട്. ഇവിടത്തെ കള്ളന് കൂട്ടുകാരും ഉണ്ട്. ഇവിടത്തെ കള്ളന്റെ ഉദ്ദേശം എന്ന് പറയുന്ന മോഷണോ കാര്യങ്ങളോ ഒന്നും അല്ല. ഇവിടത്തെ കള്ളൻ ഇന്നൊരു ലോകമഹായുദ്ധം തുടങ്ങാൻ പോവാണ്. വെൽക്കം ടു ദ ഗെയിം ഓഫ് ഡിസെപ്ഷൻ. നിങ്ങൾ ഇന്ന് പറയുന്ന കള്ളങ്ങളാവും ഇന്ന് നിങ്ങളെ ഈ ഗെയിമിൽ വിജയിപ്പിക്കാൻ പോകുന്നത്. നമ്മുടെ കയ്യിൽ മൊത്തം 10 എൻവലപ്പുകളുണ്ട്. ഓരോ എൻവലപ്പിനകത്തും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വന്നിട്ട് ഒന്ന് ഫാസിസ്റ്റും ഒന്ന് സീക്രട്ട് റോൾ ആയിട്ടുള്ള ഹിറ്റ്ലർ. വേറൊരു കാർഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് ലിബറൽ ആവാം. ലിബറൽ കാർഡ് എൻവലപ്പിനകത്ത് ലിബറൽസ് മാത്രമേ കാണത്തുള്ളൂ. ഫാസിസ്റ്റ് കാർഡിനകത്ത് ഒരെണ്ണത്തിനകത്ത് ഹിറ്റ്ലർ കാണും. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് ഷഫിൾ ചെയ്തിട്ട് ഇവർക്ക് കൊടുക്കാം. അപ്പോഴത്തേക്കും നിങ്ങൾ ഗെയിം പ്ലേ എന്താണെന്നൊന്ന് കണ്ടിട്ട് ഈ കളിയിൽ ആക്ച്വലി 2 ടീമാണുള്ളത്. ഒന്ന് ലിബറൽസും ഒന്ന് ഫാസിസ്റ്റും. ലിബറൽസിന് അങ്ങോട്ടും ഇങ്ങോട്ടും ആരെയും അറിയത്തില്ല. ഫാസിസ്റ്റിനാണെങ്കിൽ അവിടെയുള്ള എല്ലാവരെയും അറിയായിരിക്കും. ഇവരുടെ സീക്രട്ട് വെപ്പൺ എന്ന് പറയുന്നതാണ് ഹിറ്റ്ലർ. ഹിറ്റ്ലർക്കും ആ ബോർഡിലുള്ള ആരെയും അറിയത്തില്ലായിരിക്കും. ഈ കളി എങ്ങനെ മുമ്പോട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടേബിൾ ഒരു സൈഡിൽ നിന്ന് ഒരു പ്രസിഡന്റിനെ നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്രസിഡന്റ് പുള്ളിക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു ചാൻസലറിനെ സെലക്ട് ചെയ്യും. ഈ ചാൻസലർ ഓക്കെ ആണെന്ന് അവിടെ ഇരിക്കുന്ന എല്ലാവരും കൂടെ ചേർന്നാണ് വോട്ട് ചെയ്യുന്നത്. വോട്ട് ചെയ്യുന്നതിനായിട്ട് ഇവരുടെ 2 കാർഡ്സ് ഉണ്ട്. ഒന്ന് യെസ്സും ഒന്ന് നോയും. മെജോറിറ്റി യെസ് എന്നാണ് വോട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ പ്രസിഡന്റ്ഷിപ്പ് വാലിഡ് ആവുകയാണ്. ചാൻസലറും പ്രസിഡന്റും കൂടെ ചേർന്ന് പോളിസി എനാക്ട് ചെയ്യാൻ പറ്റും. ഇനി പോളിസിയിലേക്ക് വരുന്ന സമയത്ത് പ്രസിഡന്റ് ആക്ച്വലി ഈ പറയുന്ന നമ്മുടെ ഡ്രോയിങ് പൈലിൽ നിന്ന് 3 കാർഡ് എടുക്കും. 3 കാർഡ് ഏത് വേണോ, ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഉണ്ട്. അപ്പം ഇതിൽ നിന്ന് പ്രസിഡന്റിനെ സെലക്ട് ചെയ്യാം. ഏതെങ്കിലും 2 കാർഡ് ചാൻസലർക്ക് കൊടുക്കാം. ചാൻസലർ ഇതിൽ നിന്ന് 1 കാർഡ് എടുത്തിട്ട് അത് ഏതാണെങ്കിലും, ഇപ്പം ഫാസിസ്റ്റ് ആണെങ്കിൽ ഫാസിസ്റ്റ്, ലിബറൽ ആണെങ്കിൽ ലിബറൽ, അവർ ഈ പറയുന്ന ബോർഡിലേക്ക് വെക്കുന്ന സമയം ആ ലോ പാസ്സാവുകയാണ്. ആ ഒരൊറ്റ മാർഗത്തിലൂടെ മാത്രമേ ഇവർക്ക് ലിബറൽസോ ഫാസിസ്റ്റിനെയും തമ്മിൽ തിരിച്ചറിയാനും പറ്റത്തുള്ളൂ. ഇവരുടെ റോൾസും കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മുടെ പ്രസിഡന്റും ചാൻസലറും ആരാണെന്നാണ്. അപ്പം നമ്മുടെ ടേബിളിൽ ഇപ്പോൾ ഒരു ലേഡിയേ ഉള്ളൂ. അപ്പൊ നമ്മൾ പുള്ളിക്കാരിക്ക് പ്രസിഡന്റ്ഷിപ്പ് കൊടുക്കുകയാണ്. പുള്ളിക്കാരി തന്നെ ആയിരിക്കും ചാൻസലറിനെ സെലക്ട് ചെയ്യുന്നത്. എല്ലാവർക്കും വോട്ട് ചെയ്യാം. 3, 2, 1 പറയുമ്പോ 3, 2, 1. ഒരു നോയേ ഉള്ളൂ, ബാക്കി എല്ലാവരും രസമാണ്. അപ്പൊ പുള്ളിക്കാരൻ ചാൻസലർ ആവുകയാണ്. അപ്പൊ നമ്മളിനി പോളിസി പാസ്സാക്കാൻ പോവാണ്. ഞാൻ അപ്പൊ ഇതിൽ നിന്ന് 3 കാർഡ് എടുക്കുന്നു, പ്രസിഡന്റിന് കൊടുക്കുന്നു. പ്രസിഡന്റ് ഇതിൽ നിന്ന് 1 ഡിസ്കാർഡ് ചെയ്തിട്ട് ചാൻസലർക്ക് കൊടുക്കും. ചാൻസലർ ഇതിൽ നിന്ന് 1 പാസ്സാക്കും. അപ്പൊ എല്ലാരും കണ്ണടച്ചോ? എല്ലാവരും കണ്ണുറക്കാം. ഫാസിസ്റ്റ് പോളിസിയാണ്. ഉറപ്പായിരിക്കുമല്ലോ. That is good for the liberals. In a way, yes. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ out of 7 fascist got 3 are out. Now 8 versus 6. Better ratio. Good for you. We'll see. ഫസ്റ്റ് ഫാസിസ്റ്റ് പോളിസി എനേബിൾ ആയതുകൊണ്ട് തന്നെ പ്രസിഡന്റിന് ഒരാളുടെ കാർഡ് ചെക്ക് ചെയ്യാം. Wise choice. Very wise choice. അവനെ തട്ടിക്കളഞ്ഞേര്. First ആയിരുന്നു. നിങ്ങൾക്ക് ഇനി വേറെ ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം. 3 people blanket now. Banjam. Great fascist policy. അമിത്തും സംയുക്തയും എമിലുമാണ്. Your logic only. നമുക്ക് അടുത്ത പോളിസിയിലേക്ക് പോയാലോ. അപ്പം പ്രസിഡന്റ് റൈറ്റ്. എന്റെ റൈറ്റ് അല്ല, എന്റെ റൈറ്റ്. Your left. ഞാൻ ഇങ്ങനെ ചിന്തിച്ച വോട്ട് ചെയ്യാം. 3, 2, 1. ഒരു നോ അല്ലേ ഉള്ളൂ. പുള്ളി മാത്രമേ എല്ലാത്തിലും നോ പറയുന്നുള്ളൂ. പുള്ളിക്ക് വരുമ്പോ പുള്ളി yes പറയും. അപ്പൊ പോളിസി എല്ലാരും കണ്ണടച്ചോ? എല്ലാരും കണ്ടോ?
discard. എല്ലാവരും കണ്ണുറക്കാം. ഇത് ലിബറൽ പോളിസിയാണ്. എനിക്ക് 2 ഫാസിസ്റ്റ് ഒരു ലിബറലാണ് കിട്ടിയത്. ഞാൻ ഒരു ഫാസിസ്റ്റ് ഡിസ്കാർഡ് ചെയ്തിട്ട് ഒരു ലിബറൽ ഒരു ഫാസിസ്റ്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് വരുന്ന ഓരോ കാർഡിലും ഓരോ പിക്കിലും 5 fascist card out of 11. 6 left. 6 versus 5. And 1 liberal card has been played. നമ്മുടെ എല്ലാത്തിനും നോ പറയുന്ന ആളാണ് അടുത്ത് പ്രസിഡന്റ്. എല്ലാരും ശരിക്കും നോ ഇടുക. No, see, now there is very high chance of liberal card coming in one of the 3. Oh yeah, definitely. So if fascist is being played, it is sus that one either the president or the chancellor is right, like because we will be taking 3 policy cards each. So at least 1 liberal should be there in the next 2 sets. very high chance. നമുക്ക് പോളിസി ചെയ്യാം. അല്ല വോട്ടിംഗ് ഉണ്ട്. എല്ലാരും വോട്ടിംഗ്. ഞാൻ സജഷൻ പറയാണ്, ഇതുവരെ എല്ലാവർക്കും നോ ഇട്ട ഈ ഫുഡ് നോ ഫോർ എവരിബഡി. സോ ഐ ആം എല്ലാരും സുരക്ക് നോ ഇടുക. വോട്ടിംഗ് 3 2 1. ആരെങ്കിലും യെസ് ഉണ്ടാ തിരിഞ്ഞ്. അപ്പം എലക്ഷൻ ഫെയിൽ ആവുകയാണ്. അപ്പൊ നമ്മൾ എലക്ഷൻ ട്രാക്ക് ഒരെണ്ണം നീക്കുകയാണ്. ഇനി പ്രസിഡന്റ്, അടുത്ത പ്രസിഡന്റ് പുള്ളിയാവുകയാണ്. ഞാൻ തന്നെ എന്നെ പിടിക്കട്ടെ വന്ന് ഇന്ന് എൻ്റെ ഒരു സന്തോഷത്തിന് പ്രസിഡന്റ് ആയിട്ട് എൻ്റെ ചാൻസലർ ഞാൻ മുസ്തഫേനെ സെലക്ട് ചെയ്യും. യൂട്യൂബ് ബ്രൂട്ടസ്. ഇനി വോട്ടിംഗ് 3 2 1. എല്ലാ രസമാണോ? യുണാനിമസ്. ഒരു നോ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു നോ ഉണ്ടായിരുന്നു. പോളിസി എല്ലാരും കണ്ണടച്ചോ? അല്ല നെവർ അത് നോക്കിയാ വരും. കണ്ണടച്ചോ? ഡിസ്കാർഡല്ലേ? എല്ലാവരും കണ്ണുറക്കാം. പുള്ളി ലിബറൽ പോളിസിയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ട്രാക്കർ റീസെറ്റ് ചെയ്യാണ്. 3 എണ്ണം കോൺസിക്യൂട്ടീവ്ലി ഫെയിൽ ആവുകയാണെങ്കിൽ മാത്രമേ മുമ്പോട്ട് പോകത്തുള്ളൂ. അപ്പൊ നമ്മൾ തിരിച്ചത് വെക്കുക. ഇപ്പം ടേബിളിൽ 2 ലിബറൽ പോളിസി ആയിട്ടുണ്ട്. എനിക്ക് കിട്ടിയത് 2 ലിബറൽ ഒരു ഫാസിസ്റ്റ്. ഒരു ലിബറൽ ഡിസ്കാർഡ് ചെയ്തു. അപ്പൊ മുസ്തഫക്ക് ഒരു ലിബറലും ഒരു ഫാസിസ്റ്റും കിട്ടി. അപ്പൊ മുസ്തഫ ലിബറൽ എടുത്തുകൊണ്ട് ഞാൻ ലിബറൽ ആണെന്ന് വിശ്വസിക്കുന്നു. ആ ചോയ്സ് ഉണ്ടാക്കാൻ നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്ന പ്രതീക്ഷയില്ല. മുസ്തഫ ഓൾവേസ് ആർഗ്യൂസ്. അല്ല 3 മുസ്തഫ ഈ സൈഡിലാവുന്ന അറിയുന്നല്ലേ. There's only 1 fascist. Oh, sorry. 5 fascists. There's only 1 card. So 5 fascists. the problem is 3 that liberal. 5 fascists. 3 more liberal. liberal cards are out now. No. Yeah, 5 more liberal. but more ഒരു ലിബറൽ കാർഡും കൂടെ നമ്മൾ പുറത്ത് പോയി എന്നുള്ളത് ഒരു പ്രശ്നമാണ്. You see, what would have been good for us is 2 fascists and 1 Yeah, liberal. that would be best case scenario. Yes. But 1 liberal So extra. I think we can come to a conclusion that till now every action that has been made is according to the number that has been put. That can be a conclusion that we can come to. But yeah, if there is a mismatch, then it should show up in the next 2 rounds. അപ്പൊ അടുത്ത പ്രസിഡന്റ് 7 cards അല്ലേ ഉള്ളത്. ഒരെണ്ണം പുറത്തു വരും. പക്ഷെ രണ്ടെണ്ണം പുറത്തു വരണം. ഗൈസ്. അപ്പൊ നമുക്ക് അടുത്ത പ്രസിഡന്റ് എമിൽ ബ്രോ. ഇന്നലെ പഠിച്ചു. നോ. I am going Chance. with വോട്ട് ചെയ്യാം. 3 2 1. നോ ഉണ്ടാ 1. ഒരു നോയേ ഉള്ളൂ. കണ്ണടച്ചോ.
Mustafa. Yeah. കണ്ണു തുറക്കാം. അടുത്തൊരു ഫാസ്റ്റസ്റ്റ് പോളിസി എനേബിൾ ആവുക. See, exactly. So, Because I am not trusting the 3 fascists going there. Yeah. What did you get? And the fascist. And I discarded one fascist. I gave one liberal, one fascist. two Srihari. Fascist cards I got. Srihari. bro, 1, 2, 3, 4. Liberal ആണെന്ന് പറഞ്ഞ ആളും That is false. That itself is false. Now who is confused? I was right in my reason. Guys, something ഞാൻ പറയാം. But still, it takes a lot of effort for me to trust you. ഞാൻ ഒരു ലിബറലും ഒരു ഫാസിസ്റ്റാണ് കൊടുത്തത് ഉറപ്പാണ്. നിക്ക് ഇപ്പൊ പ്രസിഡന്റിന് ഒരാളുടെ കാർഡ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. ശ്രീഹരി ഇപ്പോ ഫാസിസ്റ്റ് ആണെന്ന് എനിക്ക് ഷുവർ ആണ്. You are also fascist. You are trust. We cannot I am trust the you. president, so I get to say. ശ്രീഹരി ഹിറ്റ്ലർ അല്ലാന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഹിറ്റ്ലർ ആണെങ്കിൽ സ്വന്തമായിട്ട് സാക്രിഫൈസ് ചെയ്യില്ല. അപ്പൊ ശ്രീഹരി ഹിറ്റ്ലർ ആണെന്ന് മനസ്സിലായി. മുസ്തഫ ശ്രീഹരിനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ചെറിയൊരു സസ് ഉണ്ട്. You are Hitler. You are Hitler. No, if I was Hitler, ഞാൻ ഹിറ്റ്ലർ എങ്ങനെ സംസാരിക്കും? ഹിറ്റ്ലർ ആണെങ്കിൽ he wouldn't take heat because he knows that. അവൻ ഫാസിസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഫാസിസ്റ്റ് അല്ല. അതെ കണ്ടില്ലേ കാക്കപ്പള്ളി First rule of being a fascist. Okay. So do not judge me based on previous We are basically based on how you are sitting here. Okay. അല്ല ഞാൻ ട്രൂത്ത്ഫുള്ളി പറയാണ്. എനിക്ക് Fascist. ഞാൻ ഒരു ഫാസിസ്റ്റും ഒരു ലിബറലാണ് കൊടുത്തത്. ശ്രീഹരി പ്ലേഡ് ഫാസിസ്റ്റ്. സോ ആരുടെ കാർഡ് ചെക്ക് ചെയ്യുന്നത്? ഞാൻ ഇപ്പൊ ചെക്ക് ചെയ്യുന്ന എടാ on a serious note Oh yeah, so you have to defend. ഫാസിസ്റ്റ് കാർഡ്സ് എനിക്ക് തന്നു. അല്ലാതെ ഞാൻ എന്താ പറയാൻ പറ്റില്ല. കടയിൽ തയ്യാറുള്ള എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. കാരണം ശ്രീഹരിനെ ഡിഫെൻഡ് ചെയ്യുന്നു. I have played liberal card only. See, I will defend myself. Okay. Leave even that. So here every man is for himself. So there is no reason for you. എന്റെ ഡിഫൻസ് കേൾക്കുക. I am the chancellor. He's not defending. Sorry, he's not defending anyone. I was saying no for your vote itself in the beginning. I'll defend myself. I was a chancellor. So I have played this game many times. But പലവട്ടം കളിച്ചിട്ടുണ്ട്. അപ്പം chancellor ആയിരുന്നുകൊണ്ട് ഞാൻ ഗെയിമിനെ കൺഫ്യൂസ് ചെയ്യിക്കാൻ അല്ലെങ്കിൽ ഒരു ഫാസിസ്റ്റ് കാർഡ് കളിക്കാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. ബിക്കോസ് ഐ നോ ദാറ്റ് പ്രസിഡന്റിന് അത് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ഒരു കെയോസ് ഉണ്ടാക്കി ഐ വിൽ നോട്ട് ബ്രിങ് ദ ഹീറ്റ് ഓൺ യു. So that's my defense. You can take it or not. That's up to you. But the thing is that I got 2 fascists. അതുകൊണ്ടാണ് എനിക്ക് That is true. That is true. Yeah, exactly. That is true. But if she knows you are fascist and she is fascist, she will play this game. ഇപ്പൊ ആരെയാ നോക്കുന്ന? Trying to analyze what your opinions are. It's correct. You want to പുള്ളിയുടെ നോക്കാണ്. I will check Kevin. കെവിൻ Unusually silent. ഞാൻ കൂടെ സാധാരണ ടാർഗറ്റ് ചെയ്ത് ഹീറ്റ് അങ്ങനെ എടുക്കും. നിന്നെ കൊല്ലം തന്നെയാണ് ഞാൻ ഇപ്പോഴും പറഞ്ഞത്. കെവിൻ ഫാസിസ്റ്റ് ആണ്. രണ്ട് ഫാസിസ്റ്റിനെ ഞാൻ കണ്ടുപിടിച്ചു. അതെ ഇനി നിങ്ങളുടെ അഞ്ചു പേരിലായിരിക്കണം. ഒരു മിനിറ്റ്. ഞാൻ രണ്ട് ഫാസിസ്റ്റിനെ കണ്ടുപിടിച്ചു. ശ്രീഹരിയും കെവിനും. കെവിന്റെ ഞാൻ ചെക്ക് ചെയ്തു ഫാസിസ്റ്റ്. ശ്രീഹരിയുടെ ഞാൻ ഫാസിസ്റ്റ് ലിബറലും കൊടുത്തു ഫാസിസ്റ്റാണ്. see, bro, that logic cannot work. Bro, അത് നിങ്ങൾ കളി കഴിയുമ്പോൾ മനസ്സിലാവും. there are only 4 fascists. Out of which 3 know each other. One is Hitler. Yes. With your logic, 1, 2 fascists. Yes. With previous logic, you 3 are fascists. That's 5 okay. people cannot do. Yeah, that's your way of thinking. But mine is But listen, yours is not validated. Mine I have validated.
You will get to know it after the game is finished. There's no point of getting to know it after the game. No, എനിക്ക് വേറെ രീതിയിൽ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു യുദ്ധം തോറ്റിട്ടാ അതെ യുദ്ധം തോറ്റിട്ട് പിന്നെ തോറ്റെന്ന് പാർട്ടി പറഞ്ഞു. മെമ്പർഷിപ്പ് ചെക്ക് ചെയ്തു, അല്ലെങ്കിൽ പിന്നെ ആ ഒരു സ്റ്റെപ്പിന്റെ ആവശ്യമേ ഇല്ലല്ലോ. എടാ അങ്ങനെയല്ല, നിനക്ക് നിന്നെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. നീ നിന്നെ ഡിഫെൻഡ് ചെയ്യും. ലൈക് പ്രൂവ് ദാറ്റ് യു ആർ ലിബറൽ. ഇപ്പൊ അല്ല, ത്രൂഔട്ട് ദി ഗെയിം. Yeah, make me chancellor next time. എങ്ങനെ prove ചെയ്യാൻ പറ്റും? Second rule of secret. Okay. How else can I prove? Tell me. Okay. I don't know, man. See, you cannot prove what is not true. അപ്പം അടുത്ത പ്രസിഡന്റ് അങ്ങനെ ബ്ലാങ്കറ്റ് പാൻ വെക്കുകയാണെങ്കിൽ എല്ലാരും ബ്ലാങ്കറ്റ് പാൻ ആണോ? നിങ്ങള് പാർട്ടി ഞാൻ ചെക്ക് ചെയ്ത കാർഡ് പോലും വിശ്വസിക്കില്ല. തൽക്കാലം നീ ചെയ്യേണ്ടത് നീ മിണ്ടാതിരിക്കണം. നീ ഇങ്ങനെ കുഴിച്ചിട്ട് അതിനകത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക. വോട്ടിംഗ് ഓക്കെ, ഞാനിപ്പോ നോമിനേറ്റ് ചെയ്യുന്നത് ബാലയാണ്, വേറെ ഒന്നും കൊണ്ടല്ല. എനിക്ക് ആദ്യം സംശയം ക്ലിയർ ആക്കണം. അതുകൊണ്ട് മാത്രം ഞാൻ ഓൾറെഡി ചെയ്തായിരുന്നു. ഞാൻ ബാലയല്ലേ ഈ ആൻസർ. ഞാൻ ലിബറൽ ആണ്. But he was ലിബറൽ കാർഡ് പ്ലെയർ. But he take Surah for this time because I need people in this table. I need validation. അപ്പൊ വോട്ടിംഗ് 3, 2, 1. Yes. എത്ര നോ ഉണ്ട്? 1, 2, 3. 4 നോ. 4 നോ. അതെന്തോ? No. 1, 2, 3, 4. 4. ഓക്കെ, അപ്പം പാസ്സായി. പിന്നെയും ബാനാക്കും. അപ്പൊ എല്ലാരും കണ്ണടച്ചോ. കാണോ? ഇത് ഡിസ്കാർഡ്, ഇത് പ്ലേ ചെയ്തേക്കെ. എല്ലാവർക്കും കണ്ണുറക്കാം. ലിബറൽ പോളിസിയാണ്. ആക്ച്വലി ഇപ്പൊ ലിബറൽസ് ജയിച്ചോണ്ടിരിക്കുകയാണ്. എനിക്കൊരു ലിബറൽ ഒരു ഫസ്റ്റും കിട്ടി. ഞാൻ ലിബറൽ വെച്ചു. അങ്ങനെ പറഞ്ഞ സത്യമാണ്. ഞാൻ വീണ്ടും പറയാം, എന്റെ ഫാസിസ്റ്റിനെ കണ്ടുപിടിച്ചത്. നീ രണ്ടെണ്ണം കൂടെ കണ്ടുപിടിച്ചത്. നീ വീണ്ടും കുഴി തോട്ടി അകത്തോട്ട് മുക്കൊണ്ട് ഞാൻ കുഴി തോട്ടിയാലും കുഴപ്പമില്ല, ഫാസിസ്റ്റുകൾ ജയിക്കാൻ. See, now the game gets tough. Now there is only 3 liberals and 9 fascists. 9 fascists. ഇനി അങ്ങോട്ട് കടക്കും. ശ്രീഹരി ഹിറ്റ്ലറാണ്. അല്ലെങ്കിൽ അവൻ ഫാസിസ്റ്റ് ഇടില്ല, അവൻ ലിബറൽ ഇടും. കെവിൻ മേബി സസ്സാണ്, കാരണം Maybe you didn't hear the question. So first hear the question, then I asked who is the Hitler. first hear the question proper. So Mustafa Yeah. again creating cloud art. അടുത്ത പ്രസിഡന്റ് ചാൻസലറിനെ. has the power to confuse everybody and And confusion. ചാൻസലർ. ഇതൊരു ചാൻസ് ആവാത്തത്. Alan is suspiciously silent. ചാൻസലർ ആയിട്ടില്ല. In my defense, this is my second time playing the game. So you are the DM for Yes. freaking dungeon master, man. See, when I'm the dungeon master, I know what's going on. Now I don't. സംയുക്ത സൈലന്റാ. അല്ലല്ല, ഞാൻ നോ ഇട്ട്. അല്ല, എന്നാലും നല്ല സൈലന്റാ. എല്ലാരും എനിക്കാണ് നോയിട്ടത്. സുര കാരണം സുരയ്ക്ക് നോയിട്ടോ? എനിക്ക് നോയിട്ടതല്ല, സുരയ്ക്ക് നോയിട്ടത്. അല്ല, നൂറ് കാര്യം ചോദിച്ചോട്ടെ. വേണ്ട, ഇല്ല വിട്ടു. അല്ല, നീ അവിടെ ചാൻസ് ഹൈ ആണ്, കാരണം എന്ന് വെച്ചാൽ ബാക്കി 9 ഫാസിസ്റ്റ് കാർഡും 3 ലിബറൽ കാർഡ്സും റൈറ്റ്. സോ ഫാസിസ്റ്റ് കാർഡ് വരാനുള്ള ചാൻസസ് ഹൈ. ക്വസ്റ്റ്യൻ, ചാൻസർ ആരാ? ഞാനും ആയിട്ടില്ല. നീ ബ്ലാങ്കറ്റ് ബാൻഡ് കെവിൻ ഒരിക്കലും ഞാൻ പറഞ്ഞത് എമിലെ ഇത് ഗെയിം
ടീമാണ്, എനിക്ക് സംസാരിക്കാൻ പറ്റും. സംസാരിച്ചോ? Bala, with respect to the blanket ban and people who have played, you only have 3 options actually. Alan, Anu and me. You have been a chancellor. I have been once. I played one liberal. And the situation is made up by Mustafa. So then you give to him. Yeah, Yeah, I'll give you Alan, because like, you know, I don't have any data on. yeah, voting. 3, 2, 1. Yes. എല്ലാരും എസ് അല്ലേ? Alan, നിനക്ക് വോട്ട് ചെയ്യാം. അപ്പൊ 10 പുള്ളി ചാൻസലറായി. Unanimous. അതും കളിയുടെ ഇത്ര അകത്തില്. അതെ. അപ്പൊ പോളിസി എല്ലാരും കണ്ണടച്ചോ. എല്ലാവരും കണ്ണുറക്കാം. അടുത്തൊരു ഫാസിസ്റ്റ് പോളിസിയാണ്. ആക്ച്വലി 3 ഫാസിസ്റ്റ് പോളിസി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ പ്രസിഡന്റിന് അടുത്ത പ്രസിഡന്റിനെ സെലക്ട് ചെയ്യാം. അതേപോലെ തന്നെ ഇനി ഹിറ്റ്ലർ ചാൻസലർ ആവുകയാണെന്നുണ്ടെങ്കിൽ ഫാസിസ്റ്റ് ഓട്ടോമാറ്റിക്കലി ജയിക്കുകയാണ്. So bro, two options. Either you choose a president who you feel will give to a liberal chancellor in your mind. Second option is we fail the election multiple times to play the top card. But will that More than that, who should be selected as the next chancellor? അടുത്ത chancellor കാരണം അതാണ് കൂടുതൽ ഇമ്പോർട്ടന്റ്. come on. റീസണിംഗ് കൈപൊക്കിട്ട് കാര്യമില്ല, റീസണിംഗ് അല്ല ബാൻ ഇല്ലാത്ത ആരൊക്കെയുള്ള ഇപ്പൊ നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള അവസരമല്ല. രണ്ടാമത്തെ കാര്യം, ഞാൻ പ്ലേ ചെയ്തിട്ടുള്ളതിൽ ഞാൻ തന്നതിൽ പുഷ് ചെയ്തിട്ടാണ് ഞാൻ, അതായത് ഒരു ഫാസിസ്റ്റ് മാറ്റി ഡിസ്കാർഡ് ചെയ്തിട്ടാണ് ഞാൻ തന്നത്. അതൊരിക്കലും തന്നെ ഒരു ഇതാണ്. ഞാൻ ബാക്കി പാനിലാണ് ഞാനും പുഷ് ചെയ്തത് ഈ പറയുന്ന പോലെ ഒരു ഫാസിസ്റ്റ് ഒരു ലിബറലാണ്. നിങ്ങളെ ആദ്യം കിട്ടിയത് വെച്ചിട്ട് അതൊരു നല്ലൊരു വാലിഡ് പോയിന്റ് അല്ലെന്നേ ഞാൻ പറഞ്ഞു. വേറെ ഒരു കാരണവശാലും എനിക്ക് അറിയത്തില്ല ഞാൻ ലിബറലാണെന്ന്. അത് നിനക്ക് മാത്രം ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ ഇതുവരെയ്ക്കും ഇതിന്റെ കൗണ്ട് കീപ്പ് ചെയ്യുന്നുണ്ട്, കീപ്പിംഗ് ട്രാക്ക് ഓഫ് ലൈക്ക് എങ്ങനെയാണ് ലിബറൽസ് ജയിക്കാൻ പറ്റുക എന്നുള്ള രീതിയിലുള്ള ഡിസ്കഷൻസ് ആണ് ഞാൻ ഫോർവേഡ് ചെയ്തിട്ടുള്ളത്. അതേപോലത്തെ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ഈ കൗണ്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. രണ്ട് ഈ കളി വളരെ സ്ലോ ആയിട്ട് കളിക്കുന്ന ഇപ്പൊ 2 പേരെന്ന് പറയുന്നത് ഞാനും ഇവനുമാണ്. ബാക്കി പുഷ് പക്ഷെ ആരെയും കണ്ടിട്ടില്ല. only thing is that I trust മുസ്തഫ because പുള്ളിയാണ് ഈ പറഞ്ഞ സാധനം എന്റെ മേളിലും കൂടെ അടിച്ചേൽപ്പിച്ച് കൊണ്ടുവരുന്നത്. സോ ഒരു ഫാസിസ്റ്റ് പോളിസി പരിപാടിയാണ് ഈ ബാക്കിയുള്ളവരുടെ മണ്ടയിലോട്ട് മുസ്തഫ ഗുഡ് അറ്റ്. ഞാൻ പറയുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ അതിന് മുമ്പേ എന്നെ സംയുക്തയെ ചർച്ചയാക്കിയത് അത് ഈ പോയിന്റ് വെച്ചിട്ടോ. ഞാൻ ഫസ്റ്റ് റൗണ്ട് തന്നെ പറഞ്ഞിരുന്നു, either he is trying to make the game interesting or he is a fascist. അമിത് ഇപ്പൊ പറഞ്ഞത് ഫെയർ I ആസ്ക് gave you an ആണ്. option to check my card also. You didn't take it. അമിത് But I chose Kevin, so Because ഞാൻ പറയുന്ന വേറെ കാര്യം എന്ന് പറഞ്ഞാൽ പക്ഷെ ഒരു കാര്യം ചോദിച്ചു, നീ എന്നെ ചൂസ് ചെയ്തതിന്റെ റീസൺ എന്താ? ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ക്വയറ്റായിരുന്നു. സാധാരണ കളിക്കുമ്പോ ഇങ്ങനല്ല കളിക്കാറുള്ളത്, സംസാരിക്കാറുണ്ട്. ലിബറൽ ആണേലും ഫാസിസ്റ്റ് ആണേലും മേ ബി ഹിറ്റ്ലർ ആവാം. അതുകൊണ്ടായിരിക്കും നമുക്ക് പ്രസിംഗ് ആയിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ഒന്ന്, അടുത്ത പ്രസിഡന്റ് ആരായിരിക്കും, അത് ഇതാണെങ്കിൽ കുഴപ്പമില്ല. ലൈക്ക് അടുത്ത ചാൻസലർ ആരായിരിക്കും. 2:1 റേഷ്യോയിലാണ് മറ്റേ ഫാസിസ്റ്റ് കാർഡും ലിബറൽ കാർഡ്സും ഉള്ളത്. അടുത്ത ഫാസിസ്റ്റ് കാർഡ് പ്ലേ ആയി കഴിഞ്ഞാൽ ലെറ്റ്സ് സേ ഹിറ്റ്ലറിനെ നമ്മൾ ചൂസ് ചെയ്തില്ല ചാൻസലർ ആയിട്ട്, അടുത്ത ഫാസിസ്റ്റ് കാർഡ് പ്ലേ ആയി കഴിഞ്ഞാൽ ആരെ കൊല്ലണം? അതൊക്കെ നമ്മള് ഗെയിം ഫോർവേഡ് ആകുമ്പോൾ കളിക്കാം. ടൈം ഓൺ ഗെയിം ആണ്. അപ്പൊ നമ്മൾ ഇപ്പോഴേ എല്ലാം പ്ലാൻ ചെയ്ത് നടക്കാൻ പറ്റും. പക്ഷെ ഇവിടത്തെ ഈ ബോർഡിലെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിറ്റ്ലർ ചാൻസലർ ആയി കഴിഞ്ഞാൽ കളി അവിടെ തീരുകയാണ്. അപ്പൊ പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ടാണല്ലോ വോട്ടിംഗ് വെക്കുന്നത്. ഇൻ കേസ് പ്രസിഡന്റ് ചാൻസലറിനെ കൊടുത്തു ഇഷ്ടം അല്ലെങ്കിൽ വോട്ടിംഗ് ഉണ്ടല്ലോ. ഇവിടുത്തെ വേറൊരു പ്രശ്നം കൂടെ ഇതൊരു ഗെയിം അല്ലേ, എല്ലാം പ്ലാൻ ചെയ്ത് കളിക്കാൻ പറ്റില്ല. ഗെയിമേ കളിക്കേണ്ട ആവശ്യം.
സോ അടുത്ത chance അത്രയും ആണ് ahead decide പോകാൻ പറ്റില്ല. Keep it one round at a time. ഒരു പോയിന്റ് പറയട്ടെ. അടുത്ത Why round not? അല്ല, അടുത്ത പ്രസിഡന്റ്, റൗണ്ട് ചാൻസലർ, അസാസിനേഷൻ എല്ലാം ഒരു റൗണ്ട് മുന്നേ ചെയ്യാൻ പറ്റില്ല. ഇത് ഒരു റൗണ്ടിന്റെ കാര്യമാണ് പറയുന്നത്. മനസ്സിലായി. ഞാൻ പറയുന്നത് മെയിൻ പ്രസിംഗ് ആയിട്ടുള്ള ഇഷ്യൂ ഉണ്ടെന്നുള്ളത് എല്ലാത്തിനും ആൻസർ വേണ്ടത് ചാൻസലർഷിപ്പ് ആർക്ക് കൊടുക്കണമെന്നുള്ളതാണ്. അല്ല ഒരു എതിർപ്പുണ്ടോ അതിൽ? അല്ല എങ്ങനെയാണെങ്കിൽ ആർക്ക് ചാൻസലർഷിപ്പ് കൊടുക്കും? എന്റെ പൊസിഷനിലാണെങ്കിൽ ആർക്ക് കൊടുക്കില്ലാതെ ആർക്ക് കൊടുക്കുന്നതാണ് എനിക്ക് ഞാനൊരു പോയിന്റ് പറയട്ടെ. എനിക്ക് ഡൗട്ട് ഉണ്ട്. കാരണം ഞാൻ പാർട്ടി മെമ്പർഷിപ്പ് ചെക്ക് ചെയ്തിട്ടുള്ളത് കെവിനും മറ്റേ രണ്ടാമത്തത് ഞാനുമാണ്. എനിക്ക് എന്നെ തന്നെ ക്യാൻസൽ ആക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ എന്തായാലും റിസ്ക് എടുത്തേ പറ്റുള്ളൂ. 2 ഓപ്ഷൻ ഞാൻ ഒരിക്കലും എടുക്കില്ല. ബാക്കി 8 ഒരെണ്ണം എടുക്കണം. അപ്പോ മേ ബി കണ്ണൻ. പക്ഷെ കണ്ണൻ ഇടയ്ക്കിടയ്ക്ക് ചാൻസലർഷിപ്പ് ചോദിക്കുന്നുണ്ട്. അപ്പൊ ചെറിയൊരു സസ്യം അതുകൊണ്ട് അമിത് ഒരുവിധം വാലിഡ് പോയിന്റ്സ് ആണ് കൊടുക്കുന്നത്. അപ്പൊ മേ ബി ഞാൻ അമിത്തിന് കൊടുക്കും. അമിതായിരിക്കും എന്താ എന്റെ പോയിന്റ് ഞാൻ പറയാം. ഒരു പോയിന്റ് ക്ലിയർ ആയിട്ട് പോകാം. അതായത് നമുക്കിപ്പം ഈ പറയുന്ന ഇലക്ഷൻസ് ഫെയിൽ ചെയ്ത് പോളിസി എനാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇല്ല. ബിക്കോസ് എന്താണ് ഫാസിസ്റ്റ് പോളിസി കാർഡ്സ് കൂടുതലാണ്. അപ്പം എന്തായാലും ഒരു ചാൻസലറിനെ സെലക്ട് ചെയ്തേ പറ്റത്തുള്ളൂ. സോ ദാറ്റ് നമുക്ക് ലിബറൽ കാസ്റ്റ് ഔട്ടാണ്. അപ്പം അത് ആ കാര്യം തീരുമാനിച്ചുകൊണ്ട് തന്നെ ബാലയുടെ ഇതിൽ നമ്മൾ ഒരു ചാൻസലറിനെ ഇപ്പം സെലക്ട് ചെയ്തിട്ട് നമുക്ക് അടുത്ത ഇലക്ഷനിലോട്ട് പോകാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞൊരു കാര്യം. ഞാൻ ചാൻസലറിന് ചോദിക്കുന്നു. ഇപ്പോഴത്തെ ഒപ്പം മുതലേ ചോദിക്കുന്നുണ്ട്, ആരും തരുന്നില്ല. അത് ഞാൻ ഇത് കണ്ടോട്ടല്ലേ ചോദിക്കുന്നത്. അത് മനസ്സിലായി. ചെറിയൊരു 10% സസ്യം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അതൊരു വാലിഡ് പോയിന്റ് ഞാൻ പറഞ്ഞത്. ക്ലാരിഫിക്കേഷൻ ഞാൻ പറഞ്ഞു. അപ്പൊ എന്താണ് തീരുമാനം? ആർക്ക് ചൂസ് ചെയ്യാം? ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈവൻ ഇപ്പൊ കെവിൻ ആരെയാ ചാൻസലർ ചൂസ് ചെയ്യാം? ഞാൻ ചാൻസലർ കെവിനോട് ചോദിക്കേണ്ട അർത്ഥമേ ഇല്ല. കാരണം അല്ല, ഞാൻ അമിത് കണ്ണൻ. ഓക്കെ. അല്ല, ബേസിക്കലി ലൈക്ക് ഒരു റീഡ് കുറേ ഉണ്ട്. കണ്ണൻ ഈ പറയുന്ന ചാൻസലർഷിപ്പ് ചോദിക്കുന്ന ഒന്നാമത്തെ കാര്യം കുറേ ബാൻസ് എന്തായാലും ഉണ്ട്. എമിൽ ഐ ഡോണ്ട് ട്രസ്റ്റ്. അല്ല, എമിലെ ട്രസ്റ്റ് അല്ല, എനിക്കിപ്പം വേണ്ട. കാരണം എൻ്റെ കാർഡ് കണ്ട് പറഞ്ഞാണല്ലോ. അപ്പോൾ പിന്നെ അലൻ പ്രോബബ്ലി. യു കനോട്ട് ചൂസ് അലൻ. ഞാനും അലനും അല്ല, അതുണ്ട്. അല്ല, ലൈക്ക് പ്രോബബ്ലി എന്നാണ് ഞാൻ പറഞ്ഞത്. ജസ്റ്റ് ലൈക്ക് അനലൈസ്. ഇപ്പൊ പെട്ടെന്ന് അങ്ങനെ ചോദിക്കുമ്പോഴാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും ബേസിക്കലി നിങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നത്. അതിനപ്പുറത്തേക്ക് സുര ഫക്കർ സ്ക്രൂ ഓഫ് ദ ഗെയിം. I am thinking from a perspective. Mustafa, I don't. Basically, the thing is, Mustafa, I don't. No, I'm asking him who would. I am thinking from a perspective that there is a lot of chance that many people can be fascist. Like there are only 4 fascists, but we don't know. So the objective should be to not give it to a person who could be Hitler. Yeah. It can still go to somebody fascist. If you ask me personally, whom I would give the chance to. Bro, Kannan or Manu? Both are. I would give to. So Kannan gets like 2. Who you would choose? Chancellor. If it's the presidency is given to you, who would you choose as the chancellor? I choose one of these two. Because I think that you will have a Yeah, so you cannot choose me because I'm the. You check my card and you saw me as liberal. Why are you not choosing? No, I was actually thinking about these two. Why? Why? There could be other reasons also. That's a very valid point. Point is very valid. That's a very Not valid like that. Not like that. I tell you. First of all, I am around with your decision. I felt that from the last few minutes when you were saying the conversation, these are the only 2 people who are playing at a 2:1 ratio. വെച്ചിട്ട് കാർഡിന് എണ്ണ വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് നോക്കി കളിക്കുന്ന ആൾക്കാരാണ്. So I trust that whatever they do might be correct. But I am 200% Just talking. Yeah, okay. But Are you sure he is liberal? yes. Then why would you not give to I him? did not What? First of all, I'm not done. You asked me whom I would choose as chancellor. I said one of these two because let me explain myself. Na, എനിക്ക് ആരാണ് ഏറ്റവും കോൺഫിഡന്റ് തോന്നുന്നു? I am saying this thing. He's already in blanket man. He's also in blanket man. But for you personally. That's what I'm telling you. Fine. He's liberal. Okay, but I find what they are talking really convincing. I don't know. That's my opinion. Okay, Kannan, who would you choose as chancellor? This just makes you more fascist, bro.
What does my opinion? എനിക്ക് I can have any ആകെ ഒരു opinion. ഇതുള്ളത് അലനും മാത്രമാണ്. ബാക്കിയുള്ളത് അതെന്താ? അലനും ബാലയും മാത്രമാണ്. ഓൾറെഡി എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാം ഒരു ബ്ലാക്ക് ആൻഡ് പാൻ അടിച്ച് സ്ഥിതി ആയതുകൊണ്ട് രണ്ടുപേരെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റൂല. അത് ഈ രണ്ടുപേരെ choose ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഈ ബാല ഓൾറെഡി ഞാൻ ചെക്ക് ചെയ്തിട്ട് ബാലയാണ് ആദ്യമായിട്ട് എന്താണ് Liberal card പ്ലേ ചെയ്തത്. അതിന്റെ പേരിലാണ് ഞാൻ ബാല ചെയ്തത്. ഇവർ രണ്ടുപേരും അല്ലാതെ എനിക്ക് പിന്നെ വിശ്വാസം I take my statement back. ഇല്ല. അത് ഇത്രയും ചെയ്തുകൊണ്ട് പറഞ്ഞു. സിമ്പിളായിട്ട് പറഞ്ഞേ, എനിക്ക് ടീമിൽ 3 പേരെ വിശ്വാസമില്ല. അമിത്, കണ്ണൻ, കെവിൻ പിന്നെ സൈഡാണ്. ബേസിക് 3 പേര് ഇതാണ്. അതാണ് ഇവരുടെ ഇത് വരുമ്പോൾ മാത്രം ഞാൻ നോ ഇടുന്നത്. അത് ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തത്, ഇപ്പൊ ആകെ ഉള്ള ഒരു പോയിന്റ് വെച്ചാൽ എനിക്ക് ഇവനെ ചൂസ് ചെയ്യാനായിരുന്നു പ്ലാൻ. പക്ഷെ അവൻ ചൂസ് ചെയ്യാനും പറ്റൂല. അപ്പൊ ഞാൻ വിചാരിക്കണത് എമിലെ കൊടുത്തിട്ട് അത് ക്യാൻസൽ ആക്കിപ്പിക്കാന്ന്. എന്നുവെച്ചാൽ നോ ഇട്ട് എമിലെ കൊടുത്ത എല്ലാവരും നോ ഇടും. എന്നാലും നീ അടുത്ത ചാൻസലർ ഞാനെങ്ങനെ ചൂസ് ചെയ്യണം? അത് ഫെയിൽ ആവൂലേ? അത് മനസ്സിലായി. ഞാൻ പ്രസിഡന്റ് ആകുമ്പോൾ ഞാൻ ചാൻസലർ ചൂസ് ചെയ്തു, ഫെയിലായി. പിന്നെ ആ ബാധ്യത എന്റെ കയ്യിൽ നിന്ന് പോയില്ലേ? പ്രസിഡൻഷിപ്പ് അടുത്തത്. പക്ഷെ കളിയാർ തോക്കാൻ എന്റെ ഭാഗത്ത് പക്ഷെ ഞാൻ പറയുന്നത് ലിബറൽസ് തോക്കത്തില്ലേ? അടുത്ത വരുന്ന 2 സർക്കിളിൽ വരുന്ന 2 പേരും കൺഫേം ഫാസിസ്റ്റ് ആണ്. അതും കൂടെ ആലോചിക്കണം. ഞാൻ ഈ സിറ്റുവേഷനിൽ aside from like first every Bala, and aside from that I would go either Sura or Mustafa. ഞാൻ പുഷ് ചെയ്ത് ചെക്ക് ചെയ്തതാണ് സുറയാണ്. ഒരു ലോജിക്കില്ലാതാണ് കളിക്കുന്നെങ്കിൽ അതെ, നിങ്ങൾക്ക് എന്നെ അറിയാം കില്ലിംഗ് പവർ വന്ന ആദ്യം ഞാൻ കൊല്ലുന്ന ആരെയാണെന്ന്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഇൻഫർമേഷൻ വെച്ചിട്ട് പ്രസിഡൻഷിപ്പ് ആക്ച്വലി എനിക്ക് ബാലയും പറയണം, ശ്രീഹരിയുടെ input ഉണ്ട്. ഞാൻ പറയുന്നത് ഒന്നെങ്കിൽ മനു കണ്ണൻ, ആളല്ലെങ്കിൽ അമിത് ബ്രോ. പ്രസിഡൻസ് ആണോ ചാൻസലർ? ചാൻസലർഷിപ്പ്. ഓക്കെ, കണ്ണൻ ബ്രോ. Okay. പുള്ളിയാണ് ചെയ്യുന്നത്. ഞാൻ ആക്ച്വലി ലൈക്ക് ത്രൂഔട്ട് ഈ ഒരു കോൺവെർസേഷൻ ഇടയിൽ ഇങ്ങനെ ആലോചിക്കായിരുന്നു. നമുക്കൊരു സോളിഡ് ഡേറ്റ ഇപ്പം ആകെ എഗെയിൻസ്റ്റ് ഉള്ള സമയത്ത് ഇപ്പൊ ഈ നടന്ന ഒരു റൗണ്ടിലുള്ള ഒരു കോൺവെർസേഷൻ്റെ ഇതാണ്. ഭയങ്കര ബേസിക് ആയിട്ടുള്ള സാധനമാണ്. ലൈക്ക് ഇഫ് യു 100% ഷുവർ ദാറ്റ് ദാറ്റ്സ് എ ലിബറൽ, why don't you make him a chance? അപ്പം ഒരു തോട്ട് പ്രോസസ്സാണ്. ഇത്രയും നേരം എമിൽ വാസ് അണ്ടർ ഫയർ. പക്ഷേ അങ്ങനെ സംയുക്ത എമിലിന് ലിബറൽ കൊടുക്കാനായിട്ട് വേറെ ആർക്ക് കൊടുക്കുന്ന പറഞ്ഞാൽ എനിക്കല്ലെങ്കിലും അമിത് തന്നെ അല്ലേ. അപ്പൊ ലിബറൽ ആണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് he might actually be a liberal, right? But Emil. And like, correct me if I'm wrong. I'm just thinking out loud. മാറ്റി പറഞ്ഞുകൊണ്ടുള്ള ബേസിസിലാണ്. അങ്ങനെയാണെങ്കിൽ ശ്രീഹരിയും കെവിനും അണ്ടർ ഫാസിസ്റ്റ് ആണ്. Right. Let me defend myself really. Yes. I totally, actually, very honestly, Forgot. I forgot that I checked this card and it was difficult. I was just, because നിങ്ങൾ രണ്ടുപേരാണ് അപ്പുറത്തോട്ട് സംസാരിക്കുന്നത്, I was listening to both of your conversation and I felt that it would be apt to give to you. When he reminded me, I was like, oh yeah, that's true. And I actually wanted to add that point, but I didn't want to sound this thing. These two, നിങ്ങളാണ് കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. And for this the main point what convinced me is that നിങ്ങൾ പറയുന്ന ആ ഒരു റേഷ്യോ നിങ്ങൾ എടുത്തിട്ടാണ് ആ കണക്ക് വെച്ചേക്കുന്നത്. ലിബറൽ ഇത്ര കാർഡുണ്ട്, ഫാഷിസ്റ്റ് ദാറ്റ് ഇസ് ദ റീസൺ ഗെയിമിന്റെ ഒരു പുള്ളിക്കാരൻ ലിബറലാണെന്ന് പറഞ്ഞതിന് ശേഷം മുതൽ നമ്മളെല്ലാവരും എമിൽ ബ്രോയെ ഫാസിസ്റ്റ് എന്നുള്ള രീതിയിലാണ് കാണുന്നത്. അതാണ് ഞാൻ പറയാൻ വന്നത്. ഈ ഗെയിമിന്റെ ടഫസ്റ്റ് പാർട്ട് എന്താണെന്ന് അറിയാം. ഫാസിസ്റ്റിന് എല്ലാ ഇൻഫോർമേഷനും ഉണ്ട്. എന്ന് ലിബറൽസിന് ഒരു പിണ്ണാക്കും അറിയില്ല. അപ്പൊ ഈ ഫാസിസ്റ്റിന് ഇൻഫോർമേഷൻ ഇല്ലാണ്ട് കളിക്കണം, ഇല്ലാത്ത രീതിയിൽ കളിക്കണം. എന്നാലേ ഫാസിസ്റ്റിന് ഇൻഫോർമേഷൻ ഇല്ലാത്ത രീതിയിൽ കളിച്ചാലേ അവർക്ക് ലിബറലായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അൺലെസ് എമിൽ അത്രയ്ക്കും കിഡിലായിട്ട് കളിച്ചില്ലെങ്കിൽ ഐ തിങ്ക് ഈസ് ആക്ച്വലി ലിബറൽ. എനിക്ക് വേറെ ഒന്നല്ല, എമിൽ called me as a fascist and I want for nobody else to trust. Because that is the only reason why I wouldn't trust him. And we have a lot of fun. No, I understand. The thing is,
That is a question that doesn't add up. ബാക്കി എല്ലാ കാര്യത്തിലും ശരിയാണ്. സംയുക്ത പറഞ്ഞത് പക്ഷെ എന്താണ് ഞാൻ പറയാനാണ്, നമ്മൾ കളിച്ചു തുടങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്കും എമ്മിൻ്റെതായ രീതിയിൽ കളിക്കുന്നതുകൊണ്ടാണ് പുള്ളിയുടെ മകളിൽ സംശയമെല്ലാം വന്നത്. ആൻഡ് ത്രൂ ഔട്ട് ദ ഗെയിം ഇപ്പം ചെക്ക് ചെയ്തതിന് ശേഷം ഇത്രയും ഗെയിം കളിച്ചു, ഈ ഗെയിമിലെല്ലാം നമ്മൾ ഇതിൻ്റെ പാസിസ്റ്റ് എന്നുള്ള രീതിയിൽ പക്ഷേ അപ്പം മറന്നു പോകുക എന്നുള്ള സാധനം ചിലപ്പം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊരു പോസിബിലിറ്റിയാണ്, പക്ഷേ അത് മുഴുവനായിട്ട് നമുക്ക് വിശ്വസിക്കാനും പറ്റില്ല. പക്ഷേ രണ്ട് കാര്യങ്ങൾ. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി ഇപ്പം ഓക്കെ മറന്നതെന്ന് വിചാരിച്ചു, പക്ഷേ എമിലിന്റെ അതിന് മുന്നേ ഉള്ള കോൺവെർസേഷൻസ് എല്ലാം ഫ്രം എ പോയിന്റ് ഫോർ എക്സാമ്പിൾ ഒരു ഫാസിസ്റ്റ് പ്രോബ്ലി വോണ്ട് യു റിമെമ്പർ ദാറ്റ് എന്റെ കാർഡ് നോക്കി ലിബറൽ ആണെന്ന് പറഞ്ഞു. കാരണം ഫാസിസ്റ്റ് എമിലിന് ആ ഒരു ഇൻഫർമേഷൻ ഇല്ലാത്തത്. You are a fascist. ആ പോയിന്റ് വളരെ കറക്റ്റ്. അതായത് you know that who all the fascists are. Right. So you won't even probably remember that. So you don't need to remember what he would checked or not. But liberal ആണെങ്കിൽ you will always remember that. So this is the data that I have on Emil. So എമിലിന് ചാൻസലർഷിപ്പ് കൊടുക്കുന്നതിൽ ആർക്കൊക്കെ പ്രസിഡന്റ് Yeah, I If everyone agrees you want to make him chancellor, then give president to anyone. Exactly. So അതാണ്. So എമിലിനെ ചാൻസലർ ആക്കുന്നതിൽ എന്താണ് അഭിപ്രായം? So മുസോ പറഞ്ഞ വാലിഡ് പോയിന്റ് ആണ്. ആക്ച്വലി എമിലിനെ പ്രസിഡന്റ് ആക്കാന്നാണ് വിചാരിച്ചിരുന്നത്. മുസോ പറയുന്ന വാലിഡ് പോയിന്റ് ആണ്. എമിലിന്റെ പുറത്ത് ലൈക്ക് മോർ ദാൻ 10% ഓഫ് ട്രസ്റ്റ് ഉണ്ട്. മൈൻഡ് ബി ലിബറൽ എന്നുണ്ട്. അല്ലെങ്കിൽ ലൈക്ക് ഇൻസെയിൻ ഗെയിം ആൻഡ് ഹാറ്റ്സ് ഓഫ് ഹിറ്റ്ലർ. പക്ഷേ ലൈക്ക് എല്ലാത്തിന്റെ അവസാനം നീ ഫാസിസ്റ്റ് ആണെന്ന് പറഞ്ഞു വന്നാലാ all this space that you are talking. All this space you are talking. Okay. സ്മാർട്ട് പ്ലേ. Right. Okay. So I wish, but I'm not. I wish I could play such a good game as a fascist, but I'm not. അതാണ് പ്രശ്നം. Okay, like see, my problem with him is that he called me out as a fascist when I'm not. So എനിക്ക് that is where that does ഈ പറയുന്ന സാധനത്തിൽ എനിക്ക് that is the only reason why the match doesn't work. Otherwise I would have been completely on. Because I checked this card, I don't have any other reasoning. I can tell you what I see, right? There is no other reasoning for that. I saw the card passes. Okay, ഒരു സെക്കൻഡ്. അങ്ങനാണെങ്കിൽ ഒരു സാധനവും ഇല്ലാതെ അകത്തുന്നുണ്ട്. യു ആർ ഓൾ ഓൺ ചെക്കിംഗ് മുസ്തഫാസ് കാർഡ്. മുസ്തഫയുടെ കാർഡ് അവിടെ എത്തി വെച്ചാണ്. When you're sure that മുസ്തഫയുടെ കാർഡ് നോക്കണം, you suddenly flipped on to me and just like said Kevin's. Okay, I need to check Kevin. No arguments, nothing. Kevin is a fan. That is what happened. I just said that Mustafa is No, slightly... you... Okay, sorry. Mustafa I said that Mustafa is slightly sus. Then I was exploring option. Then he was also readily giving the card. So that is why I chose you. And you were silent throughout the game. എടാ തുടങ്ങിയിട്ടേ ഉള്ളൂ. സൈലന്റ് ത്രൂ ഔട്ട് ഗെയിം We played like 6 rounds. Almost 5 to 6 rounds. My bad. പക്ഷെ അതൊന്നുമല്ല ഞാൻ ഇവിടെ ഇപ്പൊ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവിൻസിംഗ് സ്റ്റാർ നമ്മളെല്ലാരും കൺവിൻസ് അങ്ങനെ കൂടാതെ ഇതിനകത്ത് വളർന്നിട്ടുള്ളതായിട്ട് എല്ലാരും ഒന്ന് മനസ്സിലാക്കി. കൺവിൻസിംഗ് സ്റ്റാറും നീയും കൂടെ ചേർത്ത് ഇതാക്കാനായിട്ടുള്ള പോയിന്റ് ഒക്കെ വാലിഡാണ്. ഈ ഒരു കാര്യം കൂടെ എല്ലാരും മനസ്സിൽ വെച്ചേക്കണമെന്ന് പറയാം. ഒരു കൺസിഡറബിൾ എല്ലാവരും പറഞ്ഞത് വളരെ വാലിഡ് പോയിന്റ് ആണ്. ഇതിന് അവസാനം ഫാസിസ്റ്റ് ആണെങ്കിലും പിന്നെ വേറൊരു കാര്യം പിന്നെ വേറൊരു കാര്യം ഞാൻ നോട്ടീസ് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. Another thing I have is ശരിയാണ്, ലൈക്ക് ഇപ്പം ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ കോൺവെർസേഷൻസ് അവിടെ നിൽക്കട്ടെ. ബട്ട് വാട്ട് ഹാപ്പൻഡ് വാസ് ഇതുവരെ നമ്മൾ ബ്ലാങ്കറ്റ് ബാൻ ഇതെല്ലാം നമ്മൾ സ്ഥിരമായിട്ട് കളിക്കുന്ന ഇതാണ്. At one point, it was all of a sudden like couple of people like just wants him to be the chancellor. There are one parameter in game illa. Now nobody talks about. Seriously, Bala, nobody talks about the blanket ban. ഞാൻ വെറുതെ പറയല്ല ചെയ്തത്. Unfortunately, ഈ പോയിന്റ് വന്നു നിന്റെ സൈഡിൽ നിന്ന്. And you are the most suspicious. Of course. Exactly. Kevin ഭയങ്കര വലിയൊരു പോയിന്റ് മിസ് ചെയ്തു പോകുന്നു. ഞാൻ എമിലിന്റെ പുറത്ത് ഞാൻ ഇത് പറയാനുള്ള റീസൺ
നല്ല വാലിഡ് റീസണിങ് തന്നിട്ടാണ് എടാ, അതൊക്കെ ഓക്കെയാണ്. I completely- ആൻഡ് ആ വാലിഡ് റീസണിങ് അനുസരിച്ച് ഇപ്പൊ എമില് ലിബറൽ ആണെന്ന് ഞാൻ ഉറപ്പിക്കുന്നില്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറയുന്നത് ഇത് കുറച്ച് നീളുന്ന പോലെ ഇതെല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ സീക്രട്ട് ഹിറ്റ്ലർ ആണെന്ന് Like hats off, man. Like one of the most brilliant games I've ever seen. Hats off. Seriously. And if they are the fascists, then ഇവനെ വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടി ഇവർ ചെയ്ത പരിപാടി എന്ന് പറയുന്നത് ഈ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് അടുത്ത കളി ഞാൻ ഫാസിസ്റ്റ് ആകുമ്പോൾ എനിക്ക് ഇതേപോലെ കളിക്കണം. മനസ്സിലായോ? Convincing stuff too. I think it's time to choose because you only 30 പേരുണ്ട്. So, see, the thing Let's talk and then choose. Yeah. അല്ലല്ല, നമുക്ക് ഞാൻ പ്രസിഡന്റ് It's your call. You don't have to justify me. It's your call. I know. എന്താ action? ഞാൻ ഇവൻ Bala, എമിലിനെ കൊടുത്ത് pass നമുക്ക് the നോ ഇടാം. അതെ, like I just want to get rid of this. അല്ല ഇവൻ എമിലിന് കൊടുക്കാം ആൻഡ് വി ക്യാൻ ഓൾ വോട്ട് നോ ആൻഡ് അതെ. ശരിയാ. റെസ്പോൺസിബിലിറ്റി കളയാം. പിന്നെ ഞാൻ കൊടുക്കാൻ വേണ്ടി അഭിപ്രായം അത് എന്തുകൊണ്ടാണ് ഞാൻ ഇപ്പൊ എനിക്ക് വേറൊരു പോയിന്റ് ആഡ് ചെയ്യാനുള്ളത് അവൻ ആദ്യം പറഞ്ഞത് 3 പേരെ അടുത്ത രണ്ട് റൗണ്ട് going to be very critical. So എന്റെ നമുക്ക് വേണമെങ്കിൽ അത് രണ്ടും ഇപ്പോഴേ ഡിസൈഡ് ചെയ്തിട്ട് നോ ഇട്ട് അതല്ല ഇത് ഫെയിൽ ആവുകയാണെങ്കിൽ അതും ഫെയിൽ ആവുകയാണെങ്കിൽ മൂന്നായല്ലോ. അപ്പൊ ഫസ്റ്റ് ആവുന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നല്ലൊരു ഡിസിഷൻ. അപ്പൊ ആർക്കും പ്രസിഡൻഷിപ്പ് കൊടുക്കാന്ന് പറഞ്ഞു. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഓക്കെ വി ക്യാൻ ഗിവ് ഇറ്റ് ടു സുറ കണ്ണൻ കണ്ണൻ ക്യാൻ ഗിവ് ദ ചാൻസ് ടു സുറ എന്നാണ് ഞാൻ ഇപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത്. ചാൻസർഷിപ്പ് സുറയ്ക്ക് ഞാൻ കൊടുക്കും. കാരണം എനിക്ക് ഡേറ്റ് ഇല്ല. One question to you. India, the thing. So there are 10 people on the board. Apart from Emil and me, who was your choice of a chancellor? അല്ല ബാല എനിക്ക് പറയട്ടെ. ഇല്ല, see, that's the thing, right? Give me one answer, one name. One name. I don't have any data on anyone else. So we are united. So the only person, so I cannot be the chancellor. The only person for you can be chancellor. No. What I was saying, the only data point that I have is this, and I want to discuss on. No, but that is also one data point that you're not sure of. Yeah, definitely. But that's plus one more than everyone else. How? Does anyone else have a data point? Like, does anyone else have a discussion? Like, even you don't have the data I have. I don't definitely because he called me out as a fascist. Exactly. Right. ബാല എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്. Since you said that you don't have data points, you have to go with trust or your instinct. So അങ്ങനെയില്ലെങ്കിൽ ഗെയിം കണ്ടിന്യൂ ചെയ്യില്ല. ഇങ്ങനെ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കും. ഓൾമോസ്റ്റ് 20 minutes. I'll give to Alan presidentship. previous ചാൻസലറിന് ഇനി നിങ്ങളുടെ പാടായി. ഇമ്പോർട്ടന്റ് ഡിസിഷൻ. അലൻ എത്ര പേരാണ് അലനെ പറഞ്ഞത്? പ്രസിഡൻഷിപ്പിലെ എൻ്റെ കയ്യിൽ ഉള്ള ഡേറ്റ ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ജനറലി ഉള്ള ഒരു ടാക്ടിക്സ് ആണ് എല്ലായിടത്തും ചോദിക്കുന്നത്, ലൈക്ക് ആര് ചൂസ് ചെയ്യുന്നുള്ളത്. സോ സംയുക്ത ഫോൾഡർ ചെയ്ത പോലെ ആരെങ്കിലും ഫോൾഡർ ചെയ്യും. അപ്പൊ ഇനി വോട്ട് ചെയ്യാം. 3, 2, 1. അല്ല 1, 2. 4 നോയേ ഉള്ളൂ. പാസ്സായി. ആർ യു ഹിറ്റ്ലർ? Fucking Hitler. No. എല്ലാരും കണ്ണടച്ചോ. കണ്ണടച്ചോ. കണ്ണുറക്കാം. ലിബറൽ പോളിസിയാണ് ആക്ച്വലി. ഇനി ലിബറൽസ്
എന്തൊക്കെ കിട്ടി? 2 ഫാസിസ്റ്റ് ലിബറൽ, one fascist. ഇനി ഒരു ഇതും കൂടെ വരികയാണെങ്കിൽ ലിബറൽസ് ജയിക്കുകയാണ്. So we have a confirmed non-Hitler. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, അടുത്ത ചാൻസലർ ഏതാ? അല്ല അടുത്ത അത് പ്രസിഡന്റ് ഇനി അവിടെ clockwise പോകും. ഈ രണ്ടും മില്ലാണ് Do we risk failing also? അതെ, Can we risk failing? എടാ അതല്ല, the thing is, Now we have 4 fascists and 2 liberals, right? 2 ലിബറലും 4 ഫാസിസ്റ്റ്. 4, yes, 4 2. അല്ല 5 കാറാണോ ബാക്കി? If Yeah. assume top 2 are fascists. So the possibility of Are- passes coming out is very high. So How? it's good that But there are 2 liberals also. How is yeah, that? one two liberals And 4 fascists. Even if it is coming as 3 fascists now, Yeah. next round you will get at least One 2. liberal. yeah, one liberal. And we can win. But the problem is that if we consecutive ആയിട്ട് ഫെയിൽ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ മാക്സിമം No, 2 അല്ല, only 2, you have to 2. fail. 2 only you have to fail. ഫെയിൽ ആയിരിക്കുന്നതിനെ കുറിച്ച് എനിക്കറിയാം. The next thing is, so from your point of thing, the challenge is that selecting the next chance. Next time. If we are failing all this. Yeah, if we are agreeing to fail both of them. It's പക്ഷേ, Now I have trust on Alan, but I don't think I can I get think there is no point in discussing. It's his choice, right? So if he wants, he can discuss. ശ്രീഹരിയുടെയും കെവിന്റെയും elections fail No, ചെയ്യാനാണ് he ഞാൻ is the പറയുന്നത്. president. Clockwise. We are going clockwise, right? We are failing the vote of the chancellor. If you fail 2 elections, I will get the presidency. ഇപ്പം ശ്രീഹരി സെലക്ട് ചെയ്യുന്ന ശ്രീഹരി വേറെ ഏതെങ്കിലും ഒരു ചാൻസലറിനെ കൊടുത്തിട്ട് ശ്രീഹരിയെ കൊടുത്തിട്ട് അത് റിസ്ക് ആണ്. കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വീണ്ടും നമുക്ക് ഇവരെ മുസ്തഫയെ പിടിച്ച് ചാൻസലർ ആക്കാം ലാസ്റ്റ്. പക്ഷേ ഇത് ഭയങ്കര റിസ്ക് ആണ്. ഫാസിസ്റ്റ് കാർഡ് പുഷ് ചെയ്ത് ശ്രീഹരി പ്രസിഡന്റ് ആയി he gets assassination power. That's too much of a power to gamble on. See, if luck is on our side, if we fail, we can get 1 liberal also by chance. No, but like we don't have to fail your election. No, fail these 2. Just these 2. Yeah. You don't have to fail your election. But then whom do I make chance? Now, since I am back on the board, I can be a chancellor. Like 100% ഞാൻ എനിക്ക് വേണ്ടിയാണ് പറയുന്നത്. My vote is for that. You said to Like make you chance. Yeah, make me the You chancellor. are saying make you chance. I am saying make me chance. I am In saying make me this chancellor. situation, my trust is on that guy only. ആണല്ലോ. On Alan. But I can't make. Yeah. My vote is for that. Okay, let's Then who's So we are all commonly agreeing that അതെ. ഇതെന്തായാലും fail. Let's do this first. What if we get the? Oh no, after the third failure only. after third failure. Liberals ആണെങ്കിൽ no ഇടുക. ഇത് ആർക്കാ ചാൻസലർഷിപ്പ് കൊടുക്കുന്നത്? അല്ല chancellorship not my കൊടുക്കണം. ഇതാ. ആർക്കും Yeah. അമിത് no. It's a no only for the sake of consensus. അത് ഫെയിലായി. fail. അപ്പൊ ഇവിടെ നിന്ന് ഒരു ബ്ലൂ നീങ്ങാണ്. ഫ്രണ്ടിലേക്ക് പോകും. ഇനി അടുത്ത കെവിൻ. ഞാൻ എന്റെ കാര്യത്തിലാണ് പറഞ്ഞത്. Chancellor. No only for the sake of consensus. Chancellorship കൊടുക്കണം. give the chance. Chancellorship. തന്നെ. അല്ല വേണ്ട മുസ്തഫ. വോട്ട് ചെയ്യാം. Can you give to me? Yeah. no. No. He was the last. He cannot. You cannot give. Actually, president ആവാൻ പറ്റില്ല. voting time. അതും ഫെയിലായി. Now, Mustafa. Now I'm in Bala's situation, man. Okay. Welcome. Mustafa, if you believe that these 2 are fascists, you can give me the chancellor. If you believe that Mustafa, if you believe all my points. yeah, then you can give me the chancellor. I know. I would like to quote a YouTube video where the guy said, if my grandmother had wheels, she would be a motorcycle. No. If I was a fascist, then you wouldn't have agreed to these 2 points, right? So that means that you are in agreement with my points. No, I am my own interpretation of points that I did. Yeah, I'm Well, just honestly- giving you a. No, I'm just. The giving my- only reason why the heat on you reduced is because of the points I made. Not of any help from No. you. That is the real convincing stuff. So the points are made are completely invalid. അത് തന്നെയാണ് ബാല എന്റെയും പ്രശ്നം. Okay. എന്ത്? See, So that's why I നമുക്ക്
ഒരാള് മാത്രമേ ഹീറ്റിലുണ്ടായിരുന്നുള്ളൂ. അല്ലല്ല അഞ്ചു പേര് ബ്ലാങ്കറ്റ് ബാൻ ബ്ലാങ്കറ്റ് ബാൻഡ് കാര്യമല്ല പറഞ്ഞത്. 5 പേര് For you, we all help. I told you. See, I have reduced whatever I could from whatever the game was up until then. And it's only been 3 turns. I have faced 2 of the election failed. You still have the points as valid unless someone else proves those points wrong, right? Hey, what is your But view? even that, I will only choose me because I'm 100% sure of. See, I am also willing to give it to you, but my doubts are that in such situations, I have always always end up giving it to him. If you give it to me today, it's like it is not a mistake that you would make. I always end up giving it to No, it Hitler. doesn't make sense that you are not giving me chance. Because ഒരു പോയിന്റ് നമ്മളെല്ലാം മറക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെയും ഞാൻ പറഞ്ഞ സാധനം ഇവർ രണ്ടുപേരും കൂടെ കൺവിൻസ് ചെയ്താണ് ഇവരെ നമ്മൾ വൈറ്റ് വാഷ് ചെയ്തെടുത്തത്. ആൻഡ് വി ആർ ട്രസ്റ്റിംഗ് എന്റെ പോയിന്റ് എന്ന് പറഞ്ഞത്. ആൻഡ് വി ആർ ബ്ലൈൻഡ്ലി ട്രസ്റ്റിംഗ് മുസ്തഫ ഓൺ നൗ ബിക്കോസ് എന്തുകൊണ്ടാണ് പുള്ളി ഹിറ്റ്ലർ അല്ലെന്ന് പറഞ്ഞു. I have played 2 times liberal. I could have played fascist to propagate fascist policies. എന്ത് കണക്കിലാണ് മുസ്തഫ ഹാസ് പ്രൂവ്ഡ് ഇൻ ദ പണ്ട് തൊട്ടേ മുസ്തഫ പ്രൂവ് ചെയ്തൊരു കാര്യമാണ്. മുസ്തഫ വളരെ വളരെ വാലിഡ് ആയിട്ട് കൺവിൻസ് ചെയ്ത് ഹിറ്റ്ലറിനെ പുറത്തു കൊണ്ടുവരും. I think you have everything that you need. മുസ്തഫ കൊണ്ടത് ബാലക്കേക്ക്. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുള്ളി സെലക്ട് ചെയ്യുന്ന ചാൻസലറിനെ എല്ലാവരും നോ പറയുകയാണെങ്കിൽ ഈ ഇലക്ഷൻ ഫെയിൽ ആവുകയാണ്. അപ്പം ഇതിന്റെ മേളിലിരിക്കുന്ന ടോപ്പ് കാർഡ് എന്താവും? അതിപ്പോ ലിബറൽ ആണെങ്കിൽ ലിബറൽ, ഫാസിസ്റ്റ് ആണെങ്കിൽ ഫാസിസ്റ്റ്. ഇപ്പൊ ലിബറൽസ് ആണെന്നുണ്ടെങ്കിൽ ലിബറൽസ് ജയിക്കുകയാണ്, ഫാസിസ്റ്റ് ആണെങ്കിൽ ഒരു കാർഡും കൂടെ എക്സ്ട്രാ വരികയാണ്. What if I get too hurt? Oh no! Will you guys vote? No, see, Mustafa. Samyukta is the one who faltered and like you know the core basis. I'm paying this election. Yeah, voting. 3. Vote. Need more than enough valid reasons for not കഴിഞ്ഞു in advocation of liberals. You I just hope that top card is liberal. Voting. That's what you are doing. Because he is just Bala. It is because മുസ്തഫയുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് നമുക്കറിയാം. You watch the YouTube. ഞാൻ പറയുന്നത് നിർത്ത്. ഞാൻ വോട്ടിംഗ്. ഞാൻ ഇതെടുത്ത് പറയുന്നത് എന്തുകൊണ്ടാണ് മറന്നു പോകുന്നത്. വോട്ടിംഗ് 3, 2, 1. എത്ര? 1, 2, 3. 5 ഫെയിൽ ആവുകയാണ്. ആക്ച്വലി ഇത് ടോപ്പ് കാർഡ് പ്ലേ ആവുകയാണ്. ഫാസിസ്റ്റ് ആണ്. എല്ലാവരും കൂടെ ചേർന്ന് ഒരു ഫാസിസ്റ്റ് കാർഡും കൂടെ ബോർഡിൽ കൊണ്ടുവരുന്നത് സമാധാനമായല്ലോ. എനിക്ക് ഏറ്റവും വലിയ ഗോയിങ് ഫോർഡ് എനിക്ക് ഏറ്റവും വലിയ ഹീറ്റുള്ള അമിത്തിന്റെ മേളിൽ കണ്ണന്റെ മേളിൽ സംയുക്തയാണ്. കണ്ണന്റെ മേളിലാണ്. കാരണം ഇതുവരെയ്ക്കും നിന്നിരുന്നതിന് ഡയറക്റ്റ് ആയിട്ട് നേരെ ഉൾട്ടാ തിരിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് എമിലിന്റെ മേളില് ഡൗട്ട് കുറയ്ക്കുകയാണ്. ഐ വാസ് നോട്ട് അഡ്വക്കേറ്റിംഗ് ദാറ്റ് ഹി ഷുഡ് ബി. ദീസ് ആർ മൈ തോട്ട്സ്. ഐ വാസ് ജസ്റ്റ് ഡിസ്കസിംഗ്. പ്രശ്നം നേരത്തെ പറഞ്ഞതാണ്. അതിനു മുമ്പായിട്ട് മുസ്തഫ ഇത്രയും നേരം കളിച്ചോണ്ടിരുന്നിട്ട് അത് വാലിഡ് റീസൺ ആണ്. That's true. കാരണം ഞാൻ അഡ്വക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ്. The thing is, എനിക്കല്ലാണ്ട് മുസ്തഫ ആ പോയിന്റ് വേറെ ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഒരു ഫാസിസ്റ്റ് കാർഡ് പ്ലേ ആവുന്നതാണോ ഞാൻ റിസ്ക് എടുക്കേണ്ടത്, അതോ മുസ്തഫയെ കൊണ്ട് കളിപ്പിച്ചിട്ട് എന്താ ചെയ്യുന്നത്, ഒരു അസാസിനേഷൻ കൂടെ കൊണ്ടുവരുന്നതാണോ റിസ്ക് എടുക്കേണ്ടത്? റിസ്ക് ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്കിപ്പോ അറിയാം ഞാൻ ലിബറൽ ആണെന്നുള്ളത്. ഒരു ഫാസ്റ്റ് കാർഡും കൂടെ പ്ലേ ആയി, ഒരു നോൺ ഹിറ്റ്ലറിനെയും കൂടെ കിട്ടാനായിട്ടുള്ള ചാൻസ് പോയി. റൈറ്റ്. എന്നിട്ട് മറ്റേ എന്താണ് Bro, just 1 second. If I would have directly given to Bala, would you have voted yes? ഒരു ഇലക്ഷൻ കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് മൊത്തം റീഷഫിൾ ആവുകയാണ്. ഒരു ഇലക്ഷൻ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മൊത്തം റീഷഫിൾ ആവുകയാണ്. The odds of liberals winning has gone down tremendously because you both, നിങ്ങൾ രണ്ടുപേരും കൂടെ ഇതിന്റെ മേളിൽ അലമ്പുണ്ടാക്കി.
Yeah. കാരണം ആലോചിച്ചു നോക്ക്, ഇനി അതിന്റെ അകത്ത് പിന്നെ എത്ര കാർഡ് ഉണ്ടാവില്ലേ? 4 സംഭവിക്കുന്നത് 5 കാർഡ്. 5 കാർഡ് അടുത്തൊരു ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്ക് 3 കാർഡ് പോയി. അത് കഴിഞ്ഞ് 2 കാർഡ്, ഇനി 2 ലിബറൽ, അടുത്തതിൽ ഒരു ലിബറൽ. ബാലനോട് ആരെ കളിച്ചിട്ടുണ്ട്? ബാല സാധാരണ ചെയ്യുന്നത് ലാസ്റ്റ് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഹീറ്റ് ഒരാളുടെ മറ്റേ കൊണ്ടുവരും. ഇപ്പൊ ഹീറ്റ് 2 പേരുടെ മുകളിൽ കൊണ്ടുവരാൻ, അതാണ് ഇവിടെ കളിച്ചോണ്ടിരിക്കുന്നത്. ഇത്രയും നേരം ഞാൻ നിങ്ങളുടെ പുറത്ത് തമാശ എന്താ പറയുക, എന്റെ കൂടെ ഇവിടെ കളിച്ചോളാം നിങ്ങൾ അപ്പൊ പിന്നെ നിങ്ങളുടെ വാലിഡ് പറഞ്ഞ പോയിന്റ് ഒന്നും വാലിഡ് അല്ലെന്നോ അല്ലെങ്കിൽ പറഞ്ഞില്ല. ഇവിടെ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മുസ്തഫയുടെ ആക്ഷൻ ഇനി ഞാൻ എന്താ നോയിട്ട് എന്നുള്ള കാര്യം പറയാം. കഴിഞ്ഞ 7 വർഷമായിട്ട് ഐ ആം പ്ലേയിങ് സീക്രട്ട് വിത്ത് യു. Not really. Not really. You played a few times in the beginning. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇടയ്ക്ക് എപ്പോഴൊക്കെ കളിച്ചിട്ടില്ല. ലാസ്റ്റ് മിനിറ്റില് ഇപ്പൊ നിങ്ങൾ ഒരാളെ പറഞ്ഞിട്ട് അവരെ കേസ് കൊടുക്കുന്ന പറഞ്ഞ് ഞാൻ ചിലപ്പോ ചെയ്യും. പക്ഷെ ഡയറക്റ്റ് നിങ്ങളെ പിടിച്ചിട്ട് ആക്കിയപ്പോഴത്തേക്കും എനിക്ക് ഇത്രയും നാളെ കളിച്ചു വന്ന എനിക്ക് പെട്ടെന്ന് ഒരു അതുകൊണ്ടാണ് ഞാൻ നോയിട്ടത്. സോ അതൊരു വാല്യൂ. എന്റെ പോയിന്റ് ആണ് ഞാൻ പറയുന്നത്. ഞാൻ അതെല്ലാരും സമ്മതിക്കണം എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. എന്റെ പോയിന്റ് ഇപ്പൊ ബാല പറയാണ് ഉറപ്പായിട്ടും ബാലയുടെ കൂടെ നിൽക്കുന്നു. പക്ഷേ പെട്ടെന്ന് ബാലയിലേക്ക് വന്നപ്പോഴത്തേക്കും ഇതെല്ലാം കൂടെ ലാസ്റ്റ് റൗണ്ടിൽ ഉൾട്ടടിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. കുറെ വട്ടം ഫേസ് ചെയ്ത സാധനമാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഉൾട്ടടിച്ചത്. എപ്പോഴാണ് ലിബറൽ കാർഡ് ഏറ്റവും ലാസ്റ്റ് വരാൻ, പക്ഷേ പോയിന്റ് വെച്ച് ഉൾട്ടടിപ്പിക്കുന്ന പരിപാടി ഉള്ളതാണ്. അത് വെച്ച് ഗൈസ് ഞാൻ പറയുന്ന അടിയാവുന്നു. നിക്ക് അല്ല, ഇവൻ പറയുന്നത് both of us are liberals. So Mustafa is sure you are liberal. ഞാൻ പറയുന്ന അടുത്ത പ്രസിഡന്റ് സെലക്ട് ചെയ്യണ്ട. അതിന് മുമ്പായിട്ട് ഞാൻ ഒരു പോയിന്റ് കൂടെ പറഞ്ഞു. അതിന് മുമ്പായിട്ട് ബാക്കി എല്ലാവരും ഈ 2 പേര് പറഞ്ഞുകൊണ്ടിരുന്നതിനെ വളരെയധികം വിശ്വസിച്ച് കളിച്ചോണ്ടിരിക്കുകയാണ്. And they were playing very nice. ഞാൻ പറയുമ്പോൾ മാത്രമേ നിങ്ങളിത് ഓർക്കുന്നു. ആ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കാം. അതിനുശേഷം ഇവര് കളിച്ചതിന് ശേഷം അപ്പൊ പെട്ടെന്ന് മുസ്തഫയ്ക്ക് ഈ ഔട്ട് ഓഫ് വാട്ട് ഡിഡ് ഹി ഡു? ഈ വെൻ ഫോർ ദ തേർഡ് ടൈം. അത് സംയുക്താണെന്നുള്ള കാര്യം കൂടി ഓർക്കുന്നു. ഇത്രയും ഞാൻ ചെയ്യുന്നു. ഇതുകൊണ്ടാണ് ഞാൻ ഈ ഇലക്ഷൻ ഞാൻ ഫെയിലാക്കി. ഇനി അടുത്ത പ്രസിഡന്റ് എന്തെങ്കിലും പറയുന്നത് വെച്ച് കഴിഞ്ഞാല് എന്റെ എഗെയിൻസ്റ്റ് ഉള്ള ഒരു സാധനമല്ല. അങ്ങനെ സമയത്ത് എന്നെ ചാൻസ് ആക്കട്ടെ, നിങ്ങൾ വോട്ട് ചെയ്യും. Bro. Why are you going to Bala again and again and again? Why are you going to Bala again? Why do you want to go to ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയുക? ഇപ്പൊ ഉള്ള ഞാൻ ഇപ്പൊ അമിത്തിനെ ചോദിച്ചപ്പോൾ അമിത് ഓക്കെ പറഞ്ഞു. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ? ഇവിടെ ഏറ്റവും നന്നായിട്ട് ഫോട്ടോ ചെയ്ത സംയുക്തയാണ്. യു ഷുഡ് നെവർ സെഡ് യെസ് ടു സംയുക്ത. അതല്ല ഇപ്പൊ അല്ല നിന്റെ കയ്യിൽ തരണമെന്ന് പറഞ്ഞു. അതവിടെ ഇരിക്കട്ടെ. നിന്റെ അല്ല ഞാൻ പറയട്ടെ. ലാസ്റ്റ് ടൈം ലാസ്റ്റ് ടൈം ഷീ ടോൾഡ് ദാറ്റ് ഷീ ഫോർഗോട്ട്. Now she is saying agreed bro, agreed. ഞാൻ സംയുക്താണെങ്കിൽ ഞാൻ നോ ഇല്ല. എനിക്കാണോ തരുന്നില്ല ഞാൻ നോ ഇല്ല. Okay. I have a doubt. If we continue to fail after the top 3 cards will get ready to keep failing, will they shuffle back or not? No. you were saying oh my god I saw you pointing to Bala. So when will the shuffling happen? when there are less than 3 cards. Profile when there are less than 3 cards, 5 cards. Okay. See, സമയത്ത് ഇപ്പൊ എനിക്ക് തന്നിട്ട് ഞാൻ നോ ഇട്ടേ. So we can. ഞാൻ നോ ഇട്ടേ കാരണം sorry. We have 2 liberal there, right? If everything is Supposedly, yeah. Supposedly we have 2. Saying 3 more elections. If we fail 3 more, some chance of getting liberal. Let's at least fail once more. Hey, no man. If we fail, it will go till No. I am like you are a math guy. You are a math guy. Bagger, you are a math guy. What are the numbers on that? I am saying. No, there are 5 cards here. Yeah, only 2 liberal cards are there. Yes, but we have 3 places to fill. I am the liberal, at least one liberal in the top 3 is a high probability, right? One second. At least one liberal in the top 3 cards. Mustafa, for that first thing we have to trust that. If last I am saying don't trust, just fail. Allala, one second. One liberal in the top 3 is what we need, right? മുസ്തഫ one second. ഇവിടെ ഇതിനകത്ത് 2 പറഞ്ഞെങ്കിൽ 2 ഉണ്ടെങ്കിലാണ് 40% ചാൻസ് ഉള്ളത്. അപ്പോഴും ഓക്കെ അവിടെ നിൽക്കട്ടെ. അതിന് വേണമെങ്കിൽ ലാസ്റ്റ് പോളിസിനൊക്കെ
That 40%, I am not banking on that. ഒരു election. ഒരു സെക്കൻഡ് I am not banking on that. I am saying there could be one liberal in the top 3. Anyone, even if it's the third one, we will win. No, not the third one. It had to be the second one. Sorry. It had to be the second one. So your math is not mathing, you rocket science. Got it. Now, I thought ഇനി പുള്ളിക്കാരി സെലക്ട് ചെയ്യണ്ട, I will take a big risk. നമ്പേഴ്സ് സെലക്ട് ചെയ്യണ്ട. പക്ഷെ ഒരു ഇലക്ഷൻ പാസ്സാക്കിയാൽ അമൃതർ എങ്ങനെ ഫെയിൽ ആകാം? Fail ആക്കാം. ഫെയിൽ ആക്കുന്നതാണ് So what is the നല്ലത് point? കളിക്കാൻ Okay, fail. Then I'll Yeah, just give the no. Give the what chances. You She's not even thinking about it. ഈ പോയിന്റാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഞാൻ എന്റെ തന്നെ ഫെയിൽ ചെയ്യാണ്. ഇലക്ഷൻ ഫെയിൽ ആയി. അടുത്ത അടുത്ത പ്രസിഡന്റ്. നേരത്തെ ഞാൻ എല്ലാ ഡൗട്ട് മുസ്തഫയാണെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ നിങ്ങളുടെ നേരെ തിരിച്ചല്ലേ പറഞ്ഞത്. അമിതാണ് പറഞ്ഞത് ബാലയ്ക്ക് നോ ഇട്ടത് ബാല കാരണമല്ല, മുസ്തഫ കാരണം. ഞാൻ പറഞ്ഞത് നേരെ തിരിച്ചാണ്. ഇത് നിങ്ങൾ ചാൻസലറിനെ ഇത് ചെയ്യാനല്ല, അല്ല ഇത് ഇലക്ഷൻ ഫീലാക്കാനല്ലോ ചോദിക്കുന്നത്. ചാൻസലറിന് അമിതാണെങ്കിൽ ഞാൻ നോ ഇടും. ഞാൻ അലന് കൊടുത്താലോ ആലോചിക്കുന്നു. അലന് കൊടുക്കാൻ പറ്റൂല. ലാസ്റ്റ് ഇലക്ടഡ് പ്രസിഡന്റ്. Sura is man. പിന്നെ അറിയാൻ വേണ്ടിയിട്ടാണ്. Give to Sura. I'll vote yes. I'll vote no. I'll vote no. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു ഡേറ്റേ ഇല്ല. At this point I wouldn't trust it. കണ്ണൻ റഷ് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ്സിൽ കണ്ണനും അമിത്തും എന്റെ ഇതില് നോ ആണ്. ഈവൻ വൺ ഓഫ് ദം അതിലാരെങ്കിലും ആളുടെ തോന്നുന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാം. 3, 2, 1. 1 2 3 4 5 yes ഉണ്ടോ? 6 yes ഉണ്ട്. So bro, are you Hitler? No. We just know that he's not Hitler. ഒരു കാര്യം കൂടെ പറയാം. ഈ പോയിന്റ് ഇപ്പൊ സുറയുടെ കാര്യത്തിലാണ് ഡിസ്കസ് ചെയ്തത്. നേരത്തെ മുസ്തഫയുടെ കാര്യം വന്നപ്പോൾ പറഞ്ഞില്ല. ഇലക്ഷൻ ഞാൻ മുസ്തഫ actually same ഞാൻ ഇത് തിരിച്ചു വയ്ക്കുകയാണ്. എല്ലാരും കണ്ണടച്ചോ. എല്ലാവരും കണ്ണു തുറക്കാം. ലിബറൽ പോളിസി നിക്ക് ഫാസിസ്റ്റും ഹിറ്റ്ലർ എല്ലാരും കൈവയ്ക്കോ. ഇനി ഹിറ്റ്ലർ ഒഴിച്ച് ബാക്കി എല്ലാരും കൈതാക്കുക. വരുന്നില്ലായിരുന്നു. എനിക്കൊരു കാര്യം പറയണം. ഒരുപാട് കള്ളത്തരങ്ങൾ, ഒരുപാട് സത്യങ്ങൾ, പക്ഷെ അവസാനം ഇന്ന് യുദ്ധമൊന്നും ഉണ്ടായില്ല, ലിബറൽസ് ജയിച്ചു. ഈ വീഡിയോയ്ക്ക് പൂർണ്ണമായ ഒരു ജസ്റ്റിഫിക്കേഷൻ കൊടുത്തു എന്നുള്ളൊരു വിശ്വാസത്തിൽ, തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഈ വീഡിയോ ഞാൻ ഇവിടെ സെൻഡ് ചെയ്യാണ്. ഐ ലവ് യു ഗൈസ്. ഇന്നത്തെ ഗെയിം നല്ലതായിരുന്നു. സാധാരണ എനിക്ക് കിട്ടുന്ന കാർഡ് ഫാസിസ്റ്റും ഹിറ്റ്ലറുമാണ്.
ഇപ്രാവശ്യം ലിബറലാണ് കിട്ടിയത്. ശരിക്കും സീക്രട്ടറി കളിക്കുമ്പോഴത്തേക്കും ഫാസിസ്റ്റ് ആയിട്ട് കളിക്കാനാണ് കുറച്ചും കൂടെ താല്പര്യം. പക്ഷേ ഇന്ന് ലിബറലായിട്ടാണ് വന്നത്. ഇന്നത്തെ കളി വാസ് നൈസ് ആക്ച്വലി. കുറേ പ്രോ പ്ലേയേഴ്സ് ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് തന്നെ ഇടയ്ക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്, ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കേണ്ട എന്നുള്ളത്. ഭാഗ്യത്തിന് ഞങ്ങൾ ലിബറൽസ് ജയിച്ചു. ഐ എം ഹാപ്പി ഫോർ ദാറ്റ്. എല്ലാത്തിലും ഞാൻ ആ ഒരു കൺഫേംഡ് ആലൈനെ വെച്ചുകൊണ്ടാണ് കളി കണ്ടിന്യൂ ചെയ്യുന്നത്. പിന്നെ ലേറ്റ് ഗെയിം ഒക്കെ ആയപ്പോൾ പിന്നെയും ഈ ഡിസ്കഷൻ ഭയങ്കരമായിട്ട് എസ്കലേറ്റ് ആയപ്പോൾ ആരെ ട്രസ്റ്റ് ചെയ്യുന്ന സംഭവം പിന്നെയും പോയി തുടങ്ങി. But in the end, our discussion and the game was incredible. And very happy with the outcome of the game. Somewhere in the middle of the game, I thought maybe Bala could be a fascist. But then as things unfolded, it turned out very well. One of the best secret Hitler games I've played. അപ്പോൾ ഗെയിമിൽ പറഞ്ഞതുപോലെ ഇതേ ഗെയിം ഫാസിസ്റ്റ് ആയിട്ടും കൂടെ കളിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കൺഫ്യൂസിങ് ആവും ആൾക്കാർക്ക്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആദ്യമേ തന്നെ എല്ലാവരുടെ മുകളിലോട്ടും ഹീറ്റ് വന്നു. ഹിറ്റ്ലർ ഹീറ്റ് സ്വന്തം സ്വയമായിട്ട് കൊണ്ടുവന്നു. ആ സമയത്ത് പോക്കർ ഫേസ് വയ്ക്കാൻ വളരെ ബുദ്ധിമുട്ടി. പിന്നെ ഞാൻ കൗണ്ട് ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെ തിരിച്ച് എൻ്റെ ഇതിലോട്ട് പ്രസിഡൻഷിപ്പ് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കൗണ്ട് ചെയ്തത്. കാരണം എങ്കിലേ നമുക്ക് എന്തെങ്കിലും പുഷ് ചെയ്യാൻ പറ്റും. ബാക്കി 2 പേർക്കും എന്തായാലും ഇലക്ഷൻ ഫെയിലാകും. അപ്പം ഇലക്ഷൻസ് മാക്സിമം ഫെയിലാക്കാനായിട്ടുള്ള ട്രൈ ആണ് പിന്നെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ പിന്നെ അത് നടന്നില്ല. My strategy towards the end of the game was I was trying to put Bala and Mustafa together and calling them out as fascists when I pretty well knew they were liberals. But yeah, our team hit a few hiccups in the start, and today was probably not our day on the cards. ഞാൻ ഇന്ന് ഫാഷനിസ്റ്റ് ആയിട്ടാണ് കളിച്ചത്. സോ ഐ ഹാഡ് ടു മെയിൻറ്റെയിൻ എന്താ പറയുക ഡിസെപ്ഷൻ ആൻഡ് സ്ട്രാറ്റജിയുടെ ഇടയ്ക്ക് ഐ ഹാഡ് ടു ഡ്രോ എ തിൻ ലൈൻ ആൻഡ് ഐ ഹാഡ് ടു മെയിൻറ്റെയിൻ ത്രൂ ദാറ്റ്. ഐ ഡിഡ് ഫോൾട്ടർ ഹിയർ ആൻഡ് ദെയർ, ബട്ട് ഇറ്റ് വാസ് എ റിയലി ഇൻട്രസ്റ്റിംഗ് ഗെയിം, വെരി ത്രില്ലിംഗ്. And since we had some pro players in the game, they were able to crack the code. And അവരൊക്കെ നമ്മൾ കോർണർ ചെയ്ത് നമ്മൾ ബ്ലാങ്കറ്റ് ബാനിൽ കയറിയതിന് ശേഷം അതിൽ നിന്ന് നൈസായിട്ട് ഊരി പോരുക, നമ്മൾ ഗെയിം ജയിക്കാൻ പറയുന്നത് വെരി ചാലഞ്ചിങ്, വെരി ത്രില്ലിംഗ്, ലോട്ട്സ് ഓഫ് ഫൺ. ഹായ്, ഞാൻ ശ്രീഹരി. സോ ഞാൻ ഈ ഗെയിം സോറി എനിക്ക് ടെൻഷനാണ് കേട്ടോ. ഓക്കെ, സോ ഹായ്, ഞാൻ ശ്രീഹരി. സോ ഞാൻ സീക്രട്ടിൽ കളിക്കാൻ വന്നപ്പോൾ ഞാൻ ആക്ച്വലി ലിബറൽ കളിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. കാരണം ഒരു സേഫായിട്ട് ഇരുന്നിട്ട് ഐഡിയാസ് കിട്ടുന്ന ബേസ് ചെയ്തിട്ട് കളിക്കാനാണ് എനിക്കൊരിഷ്ടം. പക്ഷേ കിട്ടിയത് ഹിറ്റ്ലർ ആയിപ്പോയി. അപ്പോൾ ഹിറ്റ്ലർ ആയാലും നമ്മൾ ലിബറൽ സൈഡ് കളിച്ചാൽ മതിയായിരുന്നു. ബട്ട് നമ്മൾ കളി മുന്നോട്ട് പോയപ്പോൾ എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ ഹിറ്റ്ലർ ഫാസിസ്റ്റ് പോളിസീസ് വീഴുന്നില്ലായിരുന്നു. അപ്പോൾ ഞാനായിട്ടൊരു റിസ്ക് എടുത്തപ്പോഴാണ് കളി ആക്ച്വലി ടൈം ഇത്രയും കൂടിയത്. അപ്പോൾ ഇന്നവേ ഞാൻ നോക്കിയപ്പോൾ ഞാൻ കുറേ കെയോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് വിൻ പോലെ ഫീൽ ചെയ്തത്. ബട്ട് ഓവറോൾ ഫാസിസ്റ്റ് തോറ്റു.